ഹായ് എവരിവൺ, മെഷീൻ ലേണിംഗ് മലയാളം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡീപ്പ് ലേണിങ്ങിന് യൂസ് ചെയ്യുന്ന പോപ്പുലറായിട്ടുള്ള ഫ്രെയിം വർക്കുകൾ, അതായത് പൈത്തൺ ലൈബ്രറീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും ഇതിൽ വരുന്നത് നമുക്ക് കേരാസ്, ടെൻസർഫ്ലോ, പൈടോർച്ച് ആൻഡ് ജാക്സ്, ഇങ്ങനെ 4 ലൈബ്രറീസ് ആയിരിക്കും മെയിനായിട്ടും നമുക്ക് ഈ ഒരു ഫ്രെയിം വർക്കായിട്ട് ഡീപ്പ് ലേണിംഗ് പൈത്തണിൽ വരുന്നത്. സോ ഇതിൽ ഓരോന്നും ഏതൊക്കെ സാഹചര്യത്തിലാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്, അഡ്വാൻറ്റേജസ്, സ്പെഷ്യാലിറ്റീസ്, ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ആദ്യമായിട്ട് ഒരു ബിഗിനർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മോസ്റ്റ്ലി അയാൾക്ക് തുടങ്ങാൻ ഏറ്റവും എളുപ്പം കേരാസ് ലൈബ്രറി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. കേരാസ് ലൈബ്രറി വെച്ച് വളരെ ഈസിയാണ് നമുക്ക് ന്യൂറൽ നെറ്റ്വർക്ക്സ് ബിൽഡ് ചെയ്യാൻ. അതിപ്പം ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്ക്സ് ആവട്ടെ, അല്ലെങ്കിൽ കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് ആവട്ടെ, അല്ലെങ്കിൽ RNNs ആവട്ടെ, ഇതെല്ലാം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പ്രധാനമായിട്ടും ഫങ്ഷണൽ APIയും സീക്വൻഷ്യൽ API, ഇങ്ങനെ 2 തരത്തിലുള്ള APIs കേരാസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അത് വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ന്യൂറൽ നെറ്റ്വർക്ക് ആർക്കിടെക്ചേഴ്സ് ഡിസൈൻ ചെയ്യാനും ട്രെയിൻ ചെയ്ത മോഡൽസ് സേവ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ഒരാൾക്ക് ലേണിംഗ് ഫേസിലിരിക്കുന്ന ഒരാൾക്ക് ഏറ്റവും എളുപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈബ്രറി കൂടിയാണ് കേരാസ് ലൈബ്രറി. കേരാസ് ലൈബ്രറിയുടെ ബാക്കിലായിട്ട് പലപ്പോഴും വർക്ക് ചെയ്യുന്നത് ടെൻസർഫ്ലോ ആണ്. ഓക്കെ, അപ്പം കേരാസ് എന്ന് പറയുന്നത് ടെൻസർഫ്ലോയുടെ ഒരു റാപ്പർ പോലെ എഴുതിയിട്ടുള്ള ഒരു ലൈബ്രറി കൂടിയാണ്. ട്രെയിൻ ചെയ്ത മോഡൽസ് നമുക്ക് ഫയൽസായിട്ട് സേവ് ചെയ്യാനും മോഡൽ വെയ്റ്റ്സ് ഒക്കെ സേവ് ചെയ്യാനൊക്കെ നമുക്ക് കേരാസ് ഫെസിലിറ്റീസ് തരുന്നുണ്ട്. ഇനി ഇൻഡസ്ട്രിയിൽ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ലൈബ്രറിയാണ് പൈടോർച്ച് എന്ന് പറയുന്നത്. കുറച്ചും കൂടെ പ്രൊഡക്ഷൻ ലെവൽ ആപ്ലിക്കേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരുമ്പോഴാണ് പൈടോർച്ച് ലൈബ്രറി അല്ലെങ്കിൽ പൈടോർച്ച് ഫ്രെയിം വർക്ക് യൂസ് ചെയ്തിട്ട് ന്യൂറൽ നെറ്റ്വർക്ക്സ് ബിൽഡ് ചെയ്യുകയും ഡിപ്ലോയ് ചെയ്യുകയും ഇൻഫറൻസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിങ്ങിലോട്ടൊക്കെ ട്രെയിൻ ചെയ്യാനും ഡിപ്ലോയ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാനായിട്ട് പൈടോർച്ച് ലൈബ്രറി യൂസ് ചെയ്യാം. ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ LLMs ഫൈൻ ട്യൂൺ ചെയ്യാൻ പെഫ്റ്റ്, ലോറ ഇങ്ങനത്തെ ടെക്നിക്സ് ഒക്കെ ചെയ്യുമ്പോൾ പൈടോർച്ച് ലൈബ്രറി യൂസ് ചെയ്തിട്ടായിരിക്കും മോസ്റ്റ്ലി അത് ചെയ്യുക. ഹഗിംഗ് ഫേസ് എക്കോസിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ലൈബ്രറി കൂടിയാണ് പൈടോർച്ച് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്ന ലൈബ്രറിയാണ് ജാക്സ് എന്ന് പറയുന്ന ലൈബ്രറി. റിലേറ്റീവ്ലി ന്യൂ ആയിട്ടുള്ളൊരു ലൈബ്രറിയാണ്. പക്ഷേ നിങ്ങൾക്ക് ഒരു ടെൻസർ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ GPUയിലൊക്കെ അതിൻ്റെ പെർഫോമൻസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെർഫോമൻസ് ഹെവി ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിൽ ജാക്സ് ലൈബ്രറി യൂസ് ചെയ്യാൻ സാധിക്കും. കുറച്ച് ലാർജ് മോഡൽസൊക്കെ ട്രെയിൻ ചെയ്യാനും ഒക്കെ, ഫ്രം സ്ക്രാച്ച് ട്രെയിൻ ചെയ്യാനും ഒക്കെ ജാക്സ് ലൈബ്രറി ആയിരിക്കും കുറച്ചും കൂടെ യൂസ്ഫുൾ. അഗെയിൻ ഇതും ഗൂഗിളിൽ നിന്നാണ് വരുന്നത്. ടെൻസർഫ്ലോ ഈസ് ഓൾസോ ഫ്രം ഗൂഗിൾ. സോ റിലേറ്റീവ്ലി ന്യൂ ആണ്, ബട്ട് പോപ്പുലാരിറ്റി ഗെയിൻ ചെയ്ത് വരുന്നേ ഉള്ളൂ. സോ ഇൻ കമ്മിങ് ഇയേഴ്സ് ഇതിൻ്റെ യൂസ് കേസസ് നമ്മൾ കൂടുതലായിട്ട് കാണാൻ സാധ്യതയുള്ള ഒരു ലൈബ്രറി കൂടിയാണ്. ഇതിൻ്റെ ലേണിംഗ് കർവ് ഒരല്പം സ്റ്റീപ്പാണ്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് വർത്ത് സ്പെൻഡിങ് സം ടൈം ഓൺ ജാക്സ് ലൈബ്രറി. So as usual, then the latest or the best one or the popular one would be TensorFlow. TensorFlow സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ TensorFlow വെച്ച് ട്രെയിൻ ചെയ്ത മോഡൽസ് നമുക്ക് ഡിപ്ലോയ് ചെയ്യാനായിട്ട് പല രീതിയിൽ ഡിപ്ലോയ് ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് അതിൻ്റെ മോഡൽ സൈസ് കുറച്ച് നമുക്ക് വേണമെങ്കിൽ എഡ്ജ് ഡിവൈസസിലോട്ടൊക്കെ ഡിപ്ലോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് TF Lite TensorFlow Lite എന്ന് പറയുന്ന ഒരു ലൈബ്രറി ഉണ്ട്. അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ് ആയിട്ട് നമുക്ക് ആ മോഡൽസൊക്കെ ഡിപ്ലോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ TensorFlow JS എന്ന് പറയുന്ന ഒരു ലൈബ്രറി ഉണ്ട്. ദെൻ അഗെയിൻ എൻ്റർപ്രൈസ് പ്രൊഡക്ഷൻ ലെവൽ ആപ്ലിക്കേഷൻസിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ബ്രൗസർ എഡ്ജ് ഇൻഫറൻസിലൊക്കെ നമുക്കത് ചെയ്യാൻ സാധിക്കും. ദെൻ ഏറ്റവും ഒരു പോപ്പുലർ ആയിട്ടുള്ള ലൈബ്രറിയാണ് TensorFlow എന്ന് പറയുന്നത്. ഗൂഗിളിൽ നിന്നുള്ള ലൈബ്രറിയാണ്. ഈ ഒരു സ്ലൈഡിൽ നമുക്കതിൻ്റെ ഒരു സൈഡ് ബൈ സൈഡ് കമ്പാരിസൺ കാണാം ഈ 4 ലൈബ്രറീസിൻ്റെയും ഇൻ ടേംസ് ഓഫ് ഈസ് ഓഫ് യൂസ്, റിസർച്ച് യൂസ്, പ്രൊഡക്ഷൻ, എഡ്ജ് സപ്പോർട്ട്, ഹഗിംഗ് ഫേസ് എക്കോസിസ്റ്റത്തിലുള്ള സപ്പോർട്ട്, TPU സപ്പോർട്ട് ആൻഡ് ലേണിംഗ് കർവ്. സോ ഡിപ്പെൻഡിങ് നമ്മുടെ ഗോൾ അനുസരിച്ചായിരിക്കും നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കരിയർ സ്റ്റേജസിൽ നമുക്ക് ഡിഫറെൻറ്റ് ലൈബ്രറീസ് ആയിരിക്കും കൂടുതൽ യൂസ്ഫുൾ ആവുക. സോ ലേണിംഗ് ആൻഡ് ടീച്ചിങ് ഒരു ബിഗിനർ ലെവലിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് കൂടുതലും കേരാസ് ആയിരിക്കും യൂസ്ഫുൾ ആവുക. നേരെ മറിച്ച് റിസർച്ച്, പുതിയ ആർക്കിടെക്ചേഴ്സ് ട്രൈ ചെയ്യുക, അത് പ്രോട്ടോടൈപ്പ് ചെയ്യുക, റിസർച്ച് പേപ്പേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് വന്നു കഴിയുമ്പോൾ
PyTorch ആയിരിക്കും കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ സാധ്യത. ദെൻ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് TPUവിലൊക്കെ ട്രെയിൻ ചെയ്യുക, GPUവിലൊക്കെ ട്രെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ജാക്സ് ലൈബ്രറി ആയിരിക്കും കൂടുതൽ സ്യൂട്ടബിളായിട്ട് വരിക. ദെൻ അഗെയിൻ ഒരു ആപ്ലിക്കേഷൻ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എഡ്ജ് ഡിവൈസസ്, സ്മാർട്ട് വാച്ചസ്, സ്മാർട്ട് ഡിവൈസസ്, അങ്ങനത്തെ എഡ്ജ് ഡിവൈസസിലോട്ടൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്ത മോഡൽസ് ഡിപ്ലോയ് ചെയ്യണം. ഇങ്ങനെയുള്ള നീഡ്സ് വരുന്ന സമയത്ത് നമുക്ക് TensorFlow ആയിരിക്കും കുറച്ചും കൂടെ സ്യൂട്ടബിൾ. സോ ഇതിൻ്റെ എല്ലാം മിക്സ് ആൻഡ് മാച്ച് പോസിബിളാണ്. ഒരു മോഡലിൽ ട്രെയിൻ ചെയ്ത മോഡൽ വേണമെങ്കിൽ വേറൊരു ലൈബ്രറി ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനൊക്കെ പോസിബിളാണ്. അപ്പോൾ ഐസൊലേഷനായിട്ട് നമുക്ക് ഒരു മോഡൽ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ലൈബ്രറി എന്ന് പറയാൻ പറ്റത്തില്ല. ഇതിൻ്റെ എല്ലാം തന്നെ മിക്സ് ആൻഡ് മാച്ച് ആയിരിക്കും പലപ്പോഴും യൂസ്ഫുള്ളായിട്ട് വരുന്നത്. സോ ഈ 4 ലൈബ്രറീസും അതിൻ്റെ APIസും അതിൻ്റെ ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസും ഒരു മെഷീൻ ലേണിംഗ് എഞ്ചിനീയർക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. സോ നിങ്ങളിതിൽ എക്സ്പ്ലോർ ചെയ്യാത്ത ലൈബ്രറീസ് ഉണ്ടെങ്കിൽ നിങ്ങളത് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. സോ ഒരു സ്നാപ്ഷോട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ കീ ടേക്ക് അവേസ് പറയാം. Keras ആയിരിക്കും ബിഗിൻ ടു സ്റ്റാർട്ട് വിത്ത്, ഈസി ടു സ്റ്റാർട്ട് വിത്ത്. ആൻഡ് PyTorch നമുക്ക് റിസർച്ച്, ഫൈൻ ട്യൂണിങ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം, പുതിയ മോഡൽസ് ട്രൈ ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനൊക്കെ. ജാക്സ് നമുക്ക് പെർഫോമൻസ് മാക്സിമം വേണ്ട സാഹചര്യത്തിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ TensorFlow സ്പെസിഫിക്കലി എഡ്ജ് ആപ്ലിക്കേഷൻസിലോട്ട് യൂസ് ചെയ്യാം. സോ ഈ വീഡിയോയിൽ നമ്മൾ പോപ്പുലറായിട്ടുള്ള 4 ലൈബ്രറീസ്, ഡീപ്പ് ലേണിംഗ് ലൈബ്രറീസ് എന്തൊക്കെയാണ്, ഫ്രെയിംവർക്ക്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ കണ്ടു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ you can subscribe to this channel. So if you like this video, like, share and subscribe. Thank you.